നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് വലിയ ചാപ്റ്റർ എന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ഇന്ന് +1 ഫിസിക്സുകാർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. എല്ലാം വലിയ വലിയ ഡെറിവേഷൻ. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് പഠിച്ചുകൊണ്ട് പോവുക. പാസ്കൽസ് ലോ, പ്രൂഫ്, ഹൈഡ്രോളിക് ലിഫ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ, ബെർണോളിസ് തിയറം, പ്രൂഫ് അതിൻ്റെ ആപ്ലിക്കേഷൻ, വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടോറിസെല്ലിസ് തിയറം, സർഫസ് ടെൻഷൻ, സർഫസ് എനർജി, അത് രണ്ടും ഈക്വൽ ആണെന്ന്, സർഫസ് ടെൻഷൻ സർഫസ് എനർജി ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന പ്രൂഫ് പഠിച്ചുകൊണ്ട് പോകണം. അതിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചുകൊണ്ട് പോകണം, ഫാക്ടേഴ്സ് പഠിച്ചുകൊണ്ട് പോകണം. ആംഗ്ലോ കോണ്ടാക്ട്, കാപ്പിലാരിറ്റിയുടെ ഡെറിവേഷൻ, സ്റ്റോക്സ് ഫോർമുല, ടെർമിനൽ വെലോസിറ്റി, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ശ്രദ്ധിക്കാത്ത ആൾക്കാർ പോകുന്ന ഒരെണ്ണമാണ്. അതുപോലെ തന്നെ ഫ്ലോ, സ്ട്രീം ലൈൻ ഫ്ലോ, ടെർബുലന്റ് ഫ്ലോ, ക്രിട്ടിക്കൽ വെലോസിറ്റി, റെയ്നോൾഡ്സ് നമ്പർ, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്, ടോറിസെല്ലിസ് ബാരോമീറ്റർ. ഇത്രയും നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പാണെങ്കിൽ പ്രഷർ ഇൻസൈഡ്, എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പ്, ഇതുകൂടെ നിങ്ങൾ കരുതിക്കോളുക. ഇത്രയും നിങ്ങൾ ഉറപ്പാണെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ചോദിക്കാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ടെർമിനൽ വെലോസിറ്റി ഉണ്ട് കേട്ടോ, സ്റ്റോക്സ് ഫോർമുല, ടെർമിനൽ വെലോസിറ്റി. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ട് ഇതിൽ നിന്ന് എന്തായാലും മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനുള്ള എല്ലാം ആയി. എന്നിട്ട് ഇത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. കാരണം മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.